ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന മൈനർ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതാണ് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 4 ടോപ്പിക്സാണുള്ളത്. ഒന്ന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തെ പ്രൊഡക്ടിവിറ്റി എന്ന ടോപ്പിക്ക്, മൂന്നാമത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൺസെപ്റ്റ്, നാലാമത്തെ എർഗണോമിക്സ്. ഇങ്ങനെ 4 ടോപ്പിക്കാണുള്ളത്. അതിൽ നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കൺസെപ്റ്റ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു പോർഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മോഡ്യൂൾ തന്നെ ആദ്യത്തെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക് സത്യം പറഞ്ഞാൽ ഫുൾ തിയറിയാണ്, അതായത് ഗ്യാസ് ആണെന്ന് പറയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചുകൊണ്ട് പോയി നിങ്ങളുടെ ലോജിക് അനുസരിച്ച് എഴുതാൻ പറ്റുന്ന ഗ്യാസ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ് ഈ ആദ്യത്തെ ടോപ്പിക്കായിട്ട് പറയുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെ പറ്റിയുള്ള കുറച്ച് ഇൻട്രൊഡക്ഷനും അതിൻ്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റുകളൊക്കെയാണ്. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾ ഇപ്പോഴേ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ സബ്ജക്റ്റിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിൽ 5 മോഡ്യൂളുണ്ട്. അതിൽ നിങ്ങൾ പല പല ടോപ്പിക്കുകളെല്ലാം പഠിക്കും. ആ ടോപ്പിക്കുകളെല്ലാം പഠിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നത്. എന്നിട്ട് മാത്രമേ, അതായത് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സമയത്ത് മാത്രമേ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വായിച്ച് നോക്കാവൂ. എന്നാൽ മാത്രമേ നേരെ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോഴേ എടുത്ത് ആദ്യമേ തന്നെ ഈ ഇൻട്രൊഡക്ഷൻ ടു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന ടോപ്പിക്ക് വായിച്ച് നോക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല. കാരണം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എക്സാമിൻ്റെ സമയത്ത് തന്നെ ഈ ബാക്കി മോഡ്യൂളുള്ള ടോപ്പിക്കുകളെല്ലാം പഠിച്ചതിന് ശേഷം, ബാക്കി ടോപ്പിക്കുകളെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു പോർഷൻ നോക്കാനായിട്ട് നിൽക്കാം. കാരണം അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ എന്നാൽ ഫുൾ തിയറിയാണ്, ഫുൾ ഗ്യാസ് ആണ് ഈ ഒരു ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അത് എടുക്കാനായിട്ട് നിൽക്കുന്നില്ല. നോട്ട്സ് തരാം, ആ നോട്ട്സ് നോക്കിയാൽ മതി. അതും എല്ലാ മോഡ്യൂളും പഠിച്ചു കഴിഞ്ഞാൽ, എല്ലാ ടോപ്പിക്സുകളും നോക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ അതാണ് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക്, അതും തിയറിയാണെന്ന് പറയുകയാണ്. സാധാരണ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ നമുക്കിവിടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് പ്രോബ്ലംസ് ഒന്നും ചോദിക്കത്തില്ല എന്ന് കരുതാം. അപ്പം ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു തിയറി പോർഷനായിട്ട് തന്നെ വരും, അത് നമുക്ക് എടുക്കാം. പിന്നെ വരുന്ന ഈ 4ാമത്തെ ടോപ്പിക്ക് എർഗണോമിക്സ് എന്ന് പറയുന്നത്, ഇതും ഒരു തിയറി പോർഷൻ തന്നെയാണ്. ഇതിൽ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല, പക്ക ഫുൾ തിയറി തന്നെയാണ്. പക്ഷേ ഈ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഈ ടോപ്പിക്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രോബ്ലംസ്, സിമ്പിൾ പ്രോബ്ലംസ് എന്നൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ സെഷൻ കഴിയുന്നതോറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോർഷനായിരിക്കും നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നത്. കാരണം പ്രോബ്ലം ഉള്ള ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് ഇതൊന്ന് പഠിച്ചു തുടങ്ങാം. അതിനുശേഷം ബാക്കിയുള്ള ഈ മോഡ്യൂളിൽ തന്നെ ബാക്കി പ്രൊഡക്ടിവിറ്റിയും എക്കണോമിക്സും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ആ ടോപ്പിക്കാണ് പഠിച്ചു തുടങ്ങുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാം, മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസ്, പിന്നെ CVP അനാലിസിസ്, ഇങ്ങനത്തെ, പിന്നെ എക്കണോമിക് ആസ്പെക്ട്സ്, അങ്ങനത്തെ 2-3 ടോപ്പിക്കുകളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കുണ്ട് ഈ ഒരു സംഭവം പഠിക്കാനായിട്ട്. അതായത് CVP അനാലിസിസ്, പിന്നെ മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസ്, ഈ ടോപ്പിക്കെല്ലാം പഠിക്കാനായിട്ട് ബേസായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കുണ്ട്. ആ ടോപ്പിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇതിലുള്ള, അതായത് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കൺസെപ്റ്റിലുള്ള ബാക്കി കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി സിലബസിലില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് വെച്ചിട്ടാണ്. ഈ ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാനൊക്കത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്ന ബേസിക് കൺസെപ്റ്റ് തന്നെയാണ് ഈ CVP അനാലിസിസും മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസും എല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസിലെടുത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിലും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ബ്രേക്ക് ഈവൻ അനാലിസിസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്? ഒരുപക്ഷെ നിങ്ങൾ മുമ്പ് ഏതെങ്കിലും സബ്ജക്റ്റിലൊക്കെ നിങ്ങൾ ഈ ഒരു സംഭവം പഠിച്ചു കാണും. പഠിച്ചിട്ടുള്ളവർ ഈ ശ്രദ്ധിക്കണമെന്നില്ല, പഠിക്കാത്തവർ എന്താണെന്ന് ശ്രദ്ധിക്കുക. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്താണെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ വഴി തന്നെ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സിമ്പിൾ സാമ്പിൾ പ്രോബ്ലം ഉപയോഗിച്ച് തന്നെ. ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് കരുതുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വേഗമായിട്ട് ഒരു ഐഡിയ മതി. കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു, എന്തോ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്ന ഒരു കമ്പനി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തിങ്കിങ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര പ്രോഡക്ട്സ് സെല്ല് ചെയ്താൽ കമ്പനി ലാഭത്തിലെത്തും, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കുള്ള സെയിൽസ് കിട്ടുകയാണെങ്കിൽ മുടക്കിയ കാശ് തിരിച്ചു കിട്ടും. അതിനെപ്പറ്റിയായി നമ്മൾ ആദ്യമേ ആലോചിക്കുന്നത്. കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ തന്നെ
നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ തന്നെ ഈ തിങ്കിങ് പ്രോസസ്സിൻ്റെ സമയത്ത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന കാര്യമാണ് എത്ര പ്രോഡക്ട്സ് വിറ്റാൽ നമുക്ക് മുടക്കിയ കാശ് തിരിച്ച് കിട്ടാം, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കുള്ള സെയിൽസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത കാശ് തിരിച്ച് കിട്ടാം. അപ്പോൾ ആ ഒരു ആലോചന ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ മുടക്കിയ കാശ് തിരിച്ച് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ കമ്പനിയുമായിട്ട്, ആ കമ്പനിയുടെ ഐഡിയയുമായി മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ച ഉടനെ തന്നെ പോയി അതിൻ്റെ രജിസ്ട്രേഷനും ലൈസൻസ് എടുക്കുകയും ബിൽഡിംഗ് പണിയുകയും ചെയ്യുന്നതല്ല. ആദ്യമേ തന്നെ നമ്മൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴായിരിക്കും ആ ലാഭത്തിലെത്തുന്നത്, മുടക്കിയ കാശ് എങ്ങനെയായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നത്, എത്ര പ്രോഡക്റ്റ്സ് വിറ്റാൽ നമുക്ക് ആ മുടക്കിയ കാശ് തിരിച്ച് കിട്ടും, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കുള്ള സെയിൽസ് പിടിച്ചാൽ മുടക്കിയ കാശ് തിരിച്ച് കിട്ടും, അത്രത്തോളം സെയിൽസ് പിടിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്, അത്രത്തോളം പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ കമ്പനിയുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ എത്ര പ്രോഡക്റ്റ്സ് വിറ്റാൽ കമ്പനി ലാഭത്തിലെത്തും, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കുള്ള സെയിൽസ് പിടിച്ചാൽ കമ്പനി ലാഭത്തിലെത്തും എന്നുള്ള ആ ഒരു അനാലിസിസിനെയാണ് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര പ്രോഡക്ട്സ് വിറ്റാൽ നമ്മൾ മുടക്കിയ കാശ് തിരിച്ച് കിട്ടും, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കുള്ള സെയിൽസ് പിടിച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ അതിനെ പറ്റിയുള്ള ആ ഒരു ആലോചന, ആ ഒരു കണക്കുകൂട്ടലും കാൽക്കുലേഷനും ഒക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മളൊരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. എന്ത് പ്രോഡക്റ്റും ആയിക്കോട്ടെ, മേ ബി എന്തെങ്കിലും പേനയാവാം, അല്ലെങ്കിൽ ബുക്കാവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനമോ എന്തായിരുന്നാലും. അപ്പോൾ എന്തോ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു മെഷീൻ ആവശ്യമുണ്ട്. ആ മെഷീന് 10,000 രൂപയാണ് വില, 10,000 റുപ്പീസാണ് ആ മെഷീൻ്റെ വില എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ, മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഈ ഒരു 10,000 രൂപയുടെ ഒരു മെഷീൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള മെഷീൻ്റെ കോസ്റ്റ് 10,000 റുപ്പീസ്. ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, നമുക്കൊരു യൂണിറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് 50 റുപ്പീസ് എന്നെടുക്കാം. അതുപോലെ തന്നെ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്, മാനുഫാക്ചർ ചെയ്യാനായിട്ട് കൊടുക്കുന്ന ലേബർ കോസ്റ്റ് നമുക്ക് 50 റുപ്പീസ് എന്നെടുക്കാം. ഈ 50 റുപ്പീസ് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റിൻ്റെ കണക്കാണ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്, അതായത് ഒരു യൂണിറ്റ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എത്ര രൂപയുടെ റോ മെറ്റീരിയൽസ് വേണം, അതായത് 50 റുപ്പീസ്. അതുപോലെ തന്നെ അതിൻ്റെ ലേബർ കോസ്റ്റ് എത്രയാണ്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എത്ര ലേബർ കോസ്റ്റ് വരും, അങ്ങനെ 50 റുപ്പീസ് അത് നമ്മളിവിടെ എടുക്കുന്നു. ഇതെങ്ങനെയാണ് കിട്ടുന്നത് എന്നൊന്നും കരുതണ്ട, ജസ്റ്റ് ഈ വാല്യൂസ് മാത്രം ഒന്ന് നോക്കിയിരുന്നാൽ മതി. അപ്പം ആ പ്രോഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് 50 റുപ്പീസ്, അതിൻ്റെ ലേബർ കോസ്റ്റ് 50 റുപ്പീസ്. അതായത് ഒരു പ്രോഡക്റ്റ്, ഒരു യൂണിറ്റ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ടോട്ടൽ 100 റുപ്പീസിൻ്റെ ചിലവുണ്ട്. അതായത് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഫോർ മാനുഫാക്ചറിങ് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 100 റുപ്പീസാണ്. അതായത് റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും ലേബർ കോസ്റ്റും ഇത് രണ്ടും കൂടെയുള്ള സമ്മാണ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട്, ഇപ്പം ബുക്കാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് കരുതുക, ഒരു ബുക്ക് ഉണ്ടാക്കാനായിട്ട് 100 റുപ്പീസ് എന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. അതായത് ബുക്കിൻ്റെ റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ പേപ്പറും ബാക്കി കാര്യങ്ങളെല്ലാം ആയിരിക്കും, അതിനെല്ലാം കൂടെ 50 റുപ്പീസ്. ആ ഒരു ബുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ലേബർ കോസ്റ്റ് 50 റുപ്പീസ്. അപ്പം ബുക്കാണ് നമ്മുടെ പ്രോഡക്റ്റ് എങ്കിൽ അതിൽ ഒരു ബുക്ക് ഉണ്ടാക്കാനായിട്ട് 100 റുപ്പീസാണ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് നമ്മളിങ്ങനെ കരുതാം. ആ ഒരു പ്രോഡക്റ്റ്, ഈ 100 രൂപ ചിലവ് വരുന്ന ആ പ്രോഡക്റ്റിനെ നമ്മൾ 110 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ് ഈസ് 110 റുപ്പീസ്. 110, 100 റുപ്പീസ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. 100 രൂപ വരുന്ന ആ പ്രോഡക്റ്റ് നമ്മൾ 110 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്. അതായത് ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ, ഒരു ബുക്ക് വിൽക്കുമ്പോൾ, ബുക്കാണ് ഇപ്പോൾ പ്രോഡക്റ്റ് ബുക്കാണ് എങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ബുക്ക് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 റുപ്പീസാണ്. കാരണം 100 രൂപ ചിലവുള്ള, ഉണ്ടാക്കാനായിട്ട് ചിലവ് വരുന്ന ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ 110 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പം ഒബ്വിയസ്ലി നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 റുപ്പീസ് എന്ന് പറയാം. ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് 10 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ ഒന്ന് കരുതുക, നമ്മൾ അങ്ങനത്തെ 10 യൂണിറ്റ്സ് നമ്മൾ വിറ്റു, 10 ബുക്ക് നമ്മൾ വിറ്റു, നമുക്ക് 100 രൂപ പ്രോഫിറ്റും കിട്ടി. കാരണം ഒരു ബുക്കിന് 10 രൂപയാണല്ലോ ലോകം. അപ്പം 10 യൂണിറ്റ്സ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്, 10 ബുക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്ക് 100 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. നമുക്ക് ഇപ്പം കരുതാൻ ഒക്കുമോ 10 യൂണിറ്റ് ബുക്ക് വിറ്റപ്പോൾ, അല്ലെങ്കിൽ 10 യൂണിറ്റ് പ്രോഡക്റ്റ് വിറ്റപ്പോഴേക്കും കമ്പനി ലാഭത്തിലെത്തി, നമുക്ക് 100 രൂപ ലാഭം കിട്ടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? നമ്മളിവിടെ ഇപ്പോൾ നോക്കുമ്പം ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 100 വരുന്നുള്ളൂ, അതിനെ 110 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ 10 റുപ്പീസ് പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 10 യൂണിറ്റ് വിറ്റപ്പോഴേക്കും 100 രൂപ പ്രോഫിറ്റ് നമുക്ക് കിട്ടി എന്ന് നമ്മൾ പറയുന്നു. ആക്ച്വലി നമുക്ക് 100 രൂപ പ്രോഫിറ്റ് കിട്ടിയായിരുന്നോ? ഇല്ല, നമുക്ക് 100 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കമ്പനി പ്രോഫിറ്റ് ഇവിടെ ഉണ്ടാക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ആ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മളിവിടെ 10,000 റുപ്പീസിൻ്റെ ഒരു മെഷീൻ വാങ്ങിച്ച് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മെഷീന് വേണ്ടി 10,000 റുപ്പീസ്, അതൊരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ നമ്മളൊരു മെഷീൻ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഇൻവെസ്റ്റ് ചെയ്ത മെഷീൻ്റെ കാശ് തിരിച്ച് കിട്ടിയാൽ മാത്രമേ
നമുക്ക് ഈ കമ്പനി പ്രോഫിറ്റിലായി അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ 10 ബുക്ക് വിറ്റപ്പോഴേക്കും നമുക്ക് 100 രൂപ പ്രോഫിറ്റ് കിട്ടിയതേ ഉള്ളൂ. ഇവിടെ 100 രൂപ പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ കമ്പനി ലാഭത്തിലായി നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് വന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം നമ്മളിവിടെ 10,000 രൂപ ഒരു മെഷീൻ വാങ്ങിക്കാനായിട്ട് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. 10,000 രൂപയുടെ മെഷീൻ അവിടെ ഇരിക്കുകയാണ്. ഈ ബുക്ക് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വാങ്ങിച്ച മെഷീൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് വഴി എപ്പോഴാണോ 10,000 രൂപ എത്തുന്നത്, 10,000 രൂപ ഇങ്ങനെ ബുക്ക് അല്ലെങ്കിൽ പ്രോഡക്റ്റ് വിറ്റ് എപ്പോഴാണോ അതിൻ്റെ പ്രോഫിറ്റ് 10,000 റുപ്പീസ് എത്തുന്നത്, അങ്ങനെ എത്തിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കമ്പനി പ്രോഫിറ്റിലെത്തിയെന്ന്. കാരണം നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഈ മെഷീൻ്റെ കോസ്റ്റും കൂടെ നമുക്ക് തിരിച്ച് കിട്ടണം. അപ്പോൾ മെഷീൻ്റെ കോസ്റ്റും കൂടെ, അതായത് ഇൻവെസ്റ്റ് ചെയ്ത മണി അതും കൂടെ തിരിച്ച് കിട്ടിയാൽ മാത്രമേ പിന്നെ കമ്പനി പ്രോഫിറ്റിലായെന്ന് പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ എന്നാണോ നമ്മുടെ ഈ മെഷീൻ്റെ ഈ 10,000 രൂപ ഇതുവഴി ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടി 10,000 റുപ്പീസ് എത്തുന്നു, അതിനുശേഷം മാത്രമേ നമ്മൾ ഈ കമ്പനി പ്രോഫിറ്റിലെത്തി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഈ 10,000 രൂപ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ 10 യൂണിറ്റ് വിറ്റപ്പം 100 റുപ്പീസാണ് പ്രോഫിറ്റായിട്ട് കിട്ടിയത്. ഈ 10,000 റുപ്പീസ് പ്രോഫിറ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എത്ര യൂണിറ്റ്സ് സെല്ല് ചെയ്യണം? ഈ 10,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടുകയാണ്, അതായത് ഈ മെഷീൻ്റെ കോസ്റ്റ് തിരിച്ച് കിട്ടാനായിട്ട് 10,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടാനായിട്ട് നമ്മൾ എത്ര യൂണിറ്റ്സ് സെല്ല് ചെയ്യണം? അത് നമുക്ക് ഈ ഒരു സിമ്പിൾ കാൽക്കുലേഷനിലൂടെ കിട്ടും. അതായത് 10,000 ഡിവൈഡഡ് ബൈ 10, 100 യൂണിറ്റ്സ്, അതായത് 1000 യൂണിറ്റ്സ്. ഇപ്പോൾ ബുക്കിൻ്റെ കേസാണെങ്കിൽ 1000 ബുക്ക് വിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് 10,000 റുപ്പീസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന സംഭവം ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മൾ ആ മെഷീൻ ബുക്ക് ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മെഷീൻ 10,000 റുപ്പീസ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മെഷീൻ്റെ കാശ് നമുക്ക് മുതലാവത്തുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഒരു ഫിക്സഡ് കോസ്റ്റ് പോലെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതും കൂടെ തിരിച്ച് കിട്ടിയാൽ മാത്രമേ കമ്പനി ലാഭത്തിലെത്തി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഈ 10,000 രൂപയുടെ മെഷീൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഈ 10,000 രൂപ നമ്മൾ ഈ പ്രോഫിറ്റ് വഴി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്ന ലാഭമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ആക്ച്വലായിട്ടുള്ള ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ 1000 യൂണിറ്റ്സ് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ 10,000നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഈ 1000 യൂണിറ്റ്സ് എന്ന് കിട്ടിയത്. അപ്പോൾ ഈ 10,000 എന്താണ്? നമ്മുടെ ഈ മെഷീൻ്റെ കോസ്റ്റാണ് ഈ 10,000 എന്ന് പറയുന്നത്. അതാണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഈ 10 റുപ്പീസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്, ഒരു യൂണിറ്റ് വിറ്റപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് എത്രയാണോ അതാണ് നമ്മളിവിടെ 10 ആയിട്ട് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഉള്ള ഇതാണ് ഡിവിഷനാണ് 10,000 ഡിവൈഡഡ് ബൈ 10. അപ്പോഴാണ് നമുക്ക് 1000 യൂണിറ്റ്സ് എന്ന് കിട്ടിയത്. അതായത് 1000 യൂണിറ്റ്സ് പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും കമ്പനി ലാഭത്തിലെത്തുന്നു എന്ന് പറയുന്നത്. കാരണം ലാഭത്തിലെത്തുന്നു പറയാൻ കാര്യം ഈ കോസ്റ്റ് ഓഫ് ദ മെഷീൻ, ഈ ഒരു മെഷീന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ കാശ് തിരിച്ച് കിട്ടിയാൽ മാത്രമേ കമ്പനി ലാഭത്തിലാവുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷനാണ് സത്യം പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 1000 യൂണിറ്റ്സ് പ്രോഡക്ട്സ് വിറ്റതിന് ശേഷം മാത്രമേ നമുക്ക് ആക്ച്വലായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതുവരെ 1000 യൂണിറ്റ്സ് എത്തും വരെയുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു നമ്മുടെ ഈ മെഷീൻ അതിൻ്റെ കാശ് റിക്കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാശ് മാത്രമാണ്, ആക്ച്വലായിട്ടുള്ള പ്രോഫിറ്റ് അല്ല. എപ്പോഴാണോ 10,000 രൂപ ഈ പ്രോഫിറ്റ് ഒരു 10,000 റുപ്പീസ് എത്തുന്നത് അതുവരെ ഈ മെഷീൻ്റെ കോസ്റ്റ് അവർ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ 10,000 രൂപ എത്തിക്കഴിഞ്ഞ് 10,000 റുപ്പീസ് എത്തിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റായിട്ട് അവിടെ കയറുന്നത്. അപ്പോൾ ഇവിടെ 1000 യൂണിറ്റ്സ് എന്നാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ സംഭവം ആൻസർ ആയിട്ട് കിട്ടിയത്. ഈ 1000 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ വോളിയം അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ വോളിയം അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഈ ഒരു 1000 യൂണിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിന്, ഈ വാല്യൂ എങ്ങനെയാണ് കിട്ടിയത്? 10,000 ഡിവൈഡ് ബൈ 10 എടുത്തപ്പോഴാണ് 1000 കിട്ടിയത്. 10,000 എന്ന് പറഞ്ഞാൽ ഈ മെഷീന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ആ കോസ്റ്റ്, അതാണ് 10,000 എന്ന് പറയുന്നത്. 10 എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ആ പ്രോഡക്റ്റിലുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്ന സംഭവം, അതിനാണ് 10 റുപ്പീസ് അതാണ് നമ്മൾ എടുത്തത്. ഇത് രണ്ടും കൂടി എടുക്കപ്പോഴാണ് 1000 യൂണിറ്റ്സ് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ നമ്മുടെ ഈ മെഷീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഫിക്സഡ് കോസ്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ മെഷീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നില്ല. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു മെഷീൻ വാങ്ങി അവിടെ വെച്ചു, ആ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് 10 പ്രോഡക്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ 100 പ്രോഡക്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ 10,000 പ്രോഡക്റ്റ് ഉണ്ടാക്കാം, എത്ര പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാം. പക്ഷേ അതിൻ്റെ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം എത്ര പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയാലും ആ മെഷീൻ്റെ കോസ്റ്റിന് അവിടെ വേരിയേഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും ലേബർ കോസ്റ്റും, ഈ രണ്ട് കോസ്റ്റിനെ വേരിയബിൾ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിന് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാൻ കാര്യം കൂടുതൽ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കും തോറും റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ലേബർ കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 50 റുപ്പീസ് ആയിരിക്കും. എന്നാൽ 2 പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്
100 റുപ്പീസ് ആയിരിക്കും. 4 പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് 200 റുപ്പീസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ലേബർ കോസ്റ്റ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ലേബർ കോസ്റ്റ് 50 റുപ്പീസ്, 2 പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ലേബർ കോസ്റ്റ് 100 റുപ്പീസ് ആയിരിക്കും, 4 പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ലേബർ കോസ്റ്റ് 200 റുപ്പീസ് ആയിരിക്കും. അപ്പം പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച്, അതായത് യൂണിറ്റ്സ് എത്ര യൂണിറ്റ്സ് വെച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നോ ആ യൂണിറ്റ്സിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഈ മെഷീൻ്റെ കോസ്റ്റിന് വേരിയേഷൻ ഒന്നും വരുന്നില്ല. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും 100 പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും 1000 യൂണിറ്റ്സ് ഉണ്ടാക്കിയാലും ആ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 10,000 തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം റോ മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും വേരിയബിൾ കോസ്റ്റ് എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ വാല്യൂ, അതായത് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്ര യൂണിറ്റ്സ്, കൂടുതൽ യൂണിറ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും ലേബർ കോസ്റ്റും കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതായത് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഈ 100 റുപ്പീസ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് സത്യം പറഞ്ഞാൽ ഈ വേരിയബിൾ കോസ്റ്റ് തന്നെയാണ്. ഒരു യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യാനാണ് നമുക്ക് 100 രൂപ ചിലവ് വരുന്നത്. 2 യൂണിറ്റ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ 200 റുപ്പീസാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത്. 4 യൂണിറ്റ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ 400 റുപ്പീസ് ആയിരിക്കും കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് വേരിയബിൾ കോസ്റ്റ് എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും ഫിക്സഡ് അല്ല, വേരിയബിൾ കോസ്റ്റാണ്. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റായി, വേരിയബിൾ കോസ്റ്റായി. പിന്നെ നമ്മൾ ഈ 100 റുപ്പീസ് ചിലവ് വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് 110 റുപ്പീസിനാണ് നമുക്ക് വിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ 10 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും എന്ന് നമുക്ക് പറയാം. ഈ 10 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും എന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ കാഷ്വലായിട്ട് പറയുന്നതാണ്. ടെക്നിക്കലി പറയുമ്പോൾ ഈ 10 റുപ്പീസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ല. കാരണം നമ്മളുടെ ഒരു മെഷീൻ നമ്മളിവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്, 10,000 റുപ്പീസിൻ്റെ മെഷീൻ ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഈ കാശ് മുതലായാൽ മാത്രമേ നമുക്ക് അതിന് പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസാണ് ഈ 10 റുപ്പീസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആക്ച്വലി പ്രോഫിറ്റ് എന്ന് പറയത്തില്ല, ടെക്നിക്കലി പ്രോഫിറ്റ് എന്ന് വിളിക്കാറില്ല. കാഷ്വലായിട്ട് പ്രോഫിറ്റ് എന്ന് പറയുമെങ്കിലും ടെക്നിക്കലി അതിന് നമ്മൾ പ്രോഫിറ്റ് എന്ന വേർഡ് ഉപയോഗിക്കാൻ പാടില്ല. പകരം കോൺട്രിബ്യൂഷൻ എന്ന വേർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഈ 2 പ്രൈസിൻ്റെയും കൂടെയുള്ള ഡിഫറൻസാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ പ്രോഫിറ്റ് എന്നൊക്കെ സിമ്പിളായിട്ട് പറയുമെങ്കിലും ടെക്നിക്കലി അത് പ്രോഫിറ്റ് അല്ല, അത് കോൺട്രിബ്യൂഷനാണ്. പ്രോഫിറ്റ് എന്ന് പറയണമെങ്കിൽ ഇതാ ഇവിടെ മെഷീൻ്റെ കോസ്റ്റൊക്കെ റിക്കവർ ചെയ്ത് കഴിയണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് നമ്മളതിനെ കോൺട്രിബ്യൂഷൻ എന്ന വേർഡാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത്. കോൺട്രിബ്യൂഷൻ ഇവിടെ 10 റുപ്പീസാണ് കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. സെല്ലിംഗ് പ്രൈസ് മൈനസ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെ തമ്മിലുള്ള ഡിഫറൻസാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ, ഈ 1000 യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത ഈ ഒരു ഇക്വേഷൻ 10,000 ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്ന ആ സംഭവത്തിന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്ന് നമുക്കിവിടെ എഴുതാം. ഈ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷനാണ് ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ വോളിയം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രേക്ക് ഈവൻ അനാലിസിൻ്റെ ബേസിക് ഇക്വേഷനാണ് ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ വോളിയം അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എല്ലാം ഒന്ന് തന്നെയാണ്, സെയിം തന്നെയാണ്. അതെന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ. നമ്മളിവിടെ അതാണ് ചെയ്തത്. 10,000 ഡിവൈഡ് ബൈ 10 എടുത്തപ്പോഴാണ് നമുക്ക് 1000 യൂണിറ്റ്സ് ആയിട്ട് കിട്ടിയത്. ഈ 1000 യൂണിറ്റ്സ് വിൽക്കുമ്പോഴാണ് ആ മെഷീന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ആ കാശും കൂടെ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ റിക്കവർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതാണ് ഈ ബ്രേക്ക് ഈവൻ വോളിയം അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ഇക്വേഷനാണ് ഈ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കമ്പനി 100 യൂണിറ്റ്സ് വിറ്റു. 100 യൂണിറ്റ്സ് വിറ്റപ്പോഴേക്കും നമുക്ക് 10,000 റുപ്പീസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. അതായത് കോൺട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് 10,000 റുപ്പീസ് കിട്ടി. അതുവഴി നമ്മുടെ ഈ മെഷീൻ്റെ 10,000 റുപ്പീസ് കൊടുത്ത് ഇവിടെ വാങ്ങിച്ചു വെച്ച ഈ മെഷീൻ്റെ കാശ് നമുക്ക് മുതലായി. അപ്പം 1000 യൂണിറ്റ്സാണ് വിറ്റത്. പ്രോഫിറ്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നുവെങ്കിലും സത്യം പറഞ്ഞത് കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഭവം 10,000 റുപ്പീസ് എത്തി. 1000 യൂണിറ്റ്സ് വിറ്റു. പെർ പ്രോഡക്റ്റിന് 10 റുപ്പീസ് വെച്ച് പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട് 1000 യൂണിറ്റ്സ് വിറ്റപ്പോഴേക്കും നമുക്ക് 10,000 റുപ്പീസ് പ്രോഫിറ്റ് എന്ന പേരിൽ നമുക്ക് 10,000 റുപ്പീസ് കിട്ടി. ഈ 10,000 റുപ്പീസ് കിട്ടിയ സമയത്ത് കിട്ടിക്കഴിഞ്ഞു 10,000 റുപ്പീസാണ് ഇപ്പോൾ കിട്ടി നിൽക്കുന്നത്. അപ്പോൾ 1000 യൂണിറ്റ്സ് വിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പറയാൻ സാധിക്കുമോ കമ്പനി പ്രോഫിറ്റിലെത്തി എന്ന്? 1000 യൂണിറ്റ്സ് ആണ് നമ്മളിപ്പോൾ വിറ്റത് എന്ന് കരുതുക. 1000 യൂണിറ്റ്സ് വിറ്റപ്പോഴേക്കും 10,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഈ 10,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടിയപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ കമ്പനി പ്രോഫിറ്റിലെത്തി എന്ന്?
കമ്പനി പ്രോഫിറ്റിലെത്തിയില്ല, ഇറക്കിയ കാശ് തിരിച്ച് കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ മെഷീൻ വാങ്ങിക്കാനായിട്ട് 10,000 റുപ്പീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്ത കാശ് നമുക്ക് കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും കമ്പനി ലാഭത്തിലെത്തിയിട്ടില്ല. കമ്പനി ലാഭത്തിലെത്തണമെങ്കിൽ ഈ 1000 യൂണിറ്റ്സിനാലും കൂടുതൽ യൂണിറ്റ്സ് വിൽക്കണം. അതായത് നമ്മൾ ഈ ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി, ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാല്യൂ നമ്മൾ കണ്ടെത്തിയല്ലോ. ഇതിനേക്കാളും കൂടുതൽ യൂണിറ്റ്സ് വിറ്റാൽ മാത്രമേ നമ്മൾ പ്രോഫിറ്റ് ലെവലിലോട്ട് എത്തത്തുള്ളൂ. ഇപ്പോൾ 1000 യൂണിറ്റ്സ് വിറ്റപ്പോഴേക്കും 10,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. അപ്പോഴും കമ്പനി പ്രോഫിറ്റിലെത്തിയില്ല, മുടക്കിയ കാശ് തിരിച്ച് കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു നോ ലോസ് നോ പ്രോഫിറ്റ് കണ്ടീഷനിലെത്തിയതേ ഉള്ളൂ. അവിടെ ലാഭവുമില്ല നഷ്ടവുമില്ല. കാരണം 10,000 റുപ്പീസ് ഇവിടെ പ്രോഫിറ്റ് എന്ന രൂപത്തിൽ കിട്ടിയപ്പോഴേക്കും നമുക്ക് മെഷീന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത കാശ് നമുക്ക് മുതലായി. അപ്പോൾ മുതലായതേ ഉള്ളൂ, ലാഭത്തിലോട്ട് എത്തിയിട്ടില്ല. ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നോ ലോസ് നോ പ്രോഫിറ്റ് കണ്ടീഷനാണ്. ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് 1000 കൂടുതൽ പ്രോഡക്റ്റ്സ്, 1000 കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോഴാണ് ആക്ച്വലി സത്യം പറഞ്ഞാൽ നമുക്ക് ആക്ച്വലായിട്ടുള്ള പ്രോഫിറ്റ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 10,010 റുപ്പീസ് എന്ന് പറയും. ഈ 10 റുപ്പീസാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ആക്ച്വലായിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്, 10 റുപ്പീസ്. അപ്പം 1000 കൂടുതൽ യൂണിറ്റ്സ് വിറ്റാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് എടുക്കത്തുള്ളൂ. 1000 കൂടുതൽ എത്ര യൂണിറ്റ്സ് വിൽക്കുന്നോ അതിനനുസരിച്ച് ഈ പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ 1000 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കേസിലും 1000 യൂണിറ്റ് എന്നല്ല, നമ്മുടെ ഈ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ ബ്രേക്ക് ഈവൻ വാല്യൂ നമുക്ക് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ 1001 യൂണിറ്റ്സ് അല്ലെങ്കിൽ 1000 യൂണിറ്റ്സിനെക്കാളും കൂടുതൽ എത്ര പ്രോഡക്റ്റ്സ് വിൽക്കുന്നു അതിനനുസരിച്ച് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 1010 യൂണിറ്റ്സ് നമുക്ക് വിൽക്കുകയാണെങ്കിൽ 1000 കഴിഞ്ഞിട്ട് വരുന്ന 10 യൂണിറ്റ്സിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റായിട്ട്, കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് നമുക്ക് എടുക്കുന്നത്. കാരണം മെഷീൻ്റെ കോസ്റ്റൊക്കെ അവിടെ മുതലായി കഴിഞ്ഞു, പിന്നെ കിട്ടുന്ന കോൺട്രിബ്യൂഷനെല്ലാം നമുക്ക് പ്രോഫിറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്, ബ്രേക്ക് ഈവൻ യൂണിറ്റ് എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഒരു വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് കണ്ടീഷനാണ്. അതായത് നമ്മൾ മുടക്കിയ കാശ് തിരിച്ച് കിട്ടി, കമ്പനിക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്നൊരു ലെവലിൽ നിൽക്കുകയാണ്. ഇതിൽ കൂടുതൽ യൂണിറ്റ്സ് വിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ലാഭം എന്ന് പറയുന്ന സംഭവം കിട്ടുന്നുള്ളൂ. അതായത് ഈ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് ആ സമയത്ത് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റിൽ ആ ഒരു സിറ്റുവേഷനിൽ കോസ്റ്റും റവന്യൂവും സെയിം എന്നാണ് പറയുന്നത്. അതായത് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന കോസ്റ്റും ആ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന റവന്യൂവും ഈക്വലായിട്ട് വരും. അങ്ങനെ ഈക്വലായിട്ട് വരണം. ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചിലവാക്കുന്ന കോസ്റ്റും ആ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന റവന്യൂവും ഈക്വലായിട്ട് വരുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഈ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 1000 യൂണിറ്റ്സ് എന്നാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിൽ കിട്ടിയത്. അപ്പോൾ ആ സമയത്ത് ഈ 1000 യൂണിറ്റ്സ് കിട്ടുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലവാക്കിയ കോസ്റ്റും അതിൽ നിന്നുള്ള റവന്യൂവും ഈക്വലായിട്ട് വരുന്നു. അപ്പോൾ അതാണ് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിട്ടുള്ള ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ്, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ വോളിയം, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ്, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ, അതാണ് ബേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ബ്രേക്ക് ഈവൻ വാല്യൂ എത്രയാണെന്ന സംഭവം കിട്ടും. അപ്പോൾ അതാണ് നോ ലോസ് നോ പ്രോഫിറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിനേക്കാളും കൂടുതൽ പ്രോഡക്റ്റ്സ് വിറ്റാൽ മാത്രമേ കമ്പനി പ്രോഫിറ്റിലെത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതിനേക്കാളും എത്ര കൂടുതൽ പ്രോഡക്റ്റ്സ് വിൽക്കുന്നോ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇനി ഇവിടെ നോക്കുക, നമ്മൾ ഈ ഒരു ഇക്വേഷന് തന്നെ, ഈ ഒരു സംഭവത്തിന് തന്നെ ചില ടേംസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ എഫ് എന്നെടുക്കുന്നു, വേരിയബിൾ കോസ്റ്റ് ഓരോ യൂണിറ്റിൻ്റെയും വേരിയബിൾ കോസ്റ്റ് വി എന്നെടുക്കുന്നു, സെല്ലിംഗ് പ്രൈസ് ആ പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസിനെ സ്മോൾ ലെറ്റർ എസ് എന്നെടുക്കുന്നു, പിന്നെ ക്വാണ്ടിറ്റി യൂണിറ്റ്സിനെ ക്യൂ എന്നെടുക്കുന്നു. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റിൻ്റെയും കൂടെയുള്ള സമ്മാണ്. നമ്മുടെ ഈ പ്രോബ്ലത്തിൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടു. വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ ഈ 100 റുപ്പീസ്, അതാണ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം. ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഷീന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ്, അതാണ് ഫിക്സഡ് കോസ്റ്റായിട്ട് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഫിക്സഡ് കോസ്റ്റിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും കൂടെ സമ്മാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് എഫ് പ്ലസ് വി ഇൻറ്റു ക്യൂ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് ഉള്ള സംഭവം വെച്ചിട്ടാണ് ഈ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സെയിൽസ് റവന്യൂ, ആ പ്രോഡക്റ്റ് വിറ്റ് സെല്ല് ചെയ്ത് കിട്ടുന്ന റവന്യൂ എത്രയാണെന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി, എത്ര പ്രോഡക്റ്റ്സ് വിറ്റു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു പ്രോഡക്റ്റാണ് സെയിൽസ് റവന്യൂ എന്ന് പറയുന്ന സംഭവം. അതായത് നമ്മളിവിടുത്തെ കേസിലാണെങ്കിൽ 110 റുപ്പീസായിരുന്നു സെല്ലിംഗ് പ്രൈസ്, അതിനെയും എത്ര പ്രോഡക്റ്റ്സ് വിറ്റു
അതാണ് ക്യൂ എന്ന് പറയുന്നത്. എത്ര പ്രോഡക്റ്റ്സ് വിറ്റു എന്നുള്ളതും കൂടാതെ രണ്ടും കൂടെ ഉള്ള പ്രോഡക്റ്റാണ് സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്. ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ 1000 തന്നെ ആവണമെന്നില്ല. നമ്മൾ മേ ബി ആ പ്രോഡക്റ്റ് 1500 എണ്ണം ചിലപ്പോൾ വിറ്റെന്നിരിക്കും, അല്ലെങ്കിൽ 2000 എണ്ണം വിറ്റെന്നിരിക്കും. അപ്പോൾ 2000 എണ്ണമാണ് വിറ്റതെങ്കിൽ ആ 2000 മൾട്ടിപ്ലൈഡ് ബൈ 110 റുപ്പീസ് അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കപ്പോഴേക്കും ടോട്ടൽ സെയിൽസ് റവന്യൂ കിട്ടും. അതായത് ആ പ്രോഡക്റ്റിൽ നിന്നുള്ള റവന്യൂ എത്രയാണെന്ന് കിട്ടും. നമ്മുടെ ഈ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംഭവം പഠിച്ചു. ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നോ ലോസ് നോ പ്രോഫിറ്റ് കണ്ടീഷൻ. അതായത് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന ടോട്ടൽ കോസ്റ്റും ആ പ്രോഡക്റ്റിൽ നിന്നുള്ള റവന്യൂവും ഈക്വലായിട്ട് വരുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് അറ്റ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു സെയിൽസ് റവന്യൂ, ടോട്ടൽ കോസ്റ്റും സെയിൽസ് റവന്യൂ ഈ രണ്ട് സംഭവങ്ങളും ഈക്വലായിട്ട് വരണം. അതായത് ഈ രണ്ട് ഇക്വേഷനും ഈക്വലായിട്ടാണ് വരേണ്ടത്. അപ്പോഴാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്ന സംഭവം എത്തുന്നത്. അതായത് F + V × Q = S × Q. ഇതിനെ നമുക്കിങ്ങനെ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് അതിനെ കണ്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ നമുക്കിങ്ങനെ സോൾവ് ചെയ്തെടുത്തിട്ട് ഈ Q എന്ന് പറയുന്ന ടേം, ഈ ഒരു Q എന്ന് പറയുന്ന ടേം ഈക്വൽ ടു F/S - V എന്ന സംഭവം കിട്ടും. ഈ F/S - V ആണ് നമ്മളിവിടെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചത്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. F എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റാണ്, S എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ്, V എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ്. നമ്മുടെ ഈ പ്രോബ്ലത്തിൽ S എന്ന് പറഞ്ഞാൽ 110 റുപ്പീസ് ആയിരുന്നു, V എന്ന് പറഞ്ഞാൽ 100 റുപ്പീസ് ആയിരുന്നു. രണ്ടിൻ്റെ കൂടെ ഡിഫറൻസ് എടുത്തപ്പോഴാണ് 10 റുപ്പീസ് കിട്ടിയത്. അപ്പോൾ അതായത് ഈ ഒരു ഇക്വേഷനെ ഡിറൈവ് ചെയ്ത സംഭവമാണ് ഞാൻ ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള ലോജിക്ക് വെച്ച് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു. എക്സാമിന് ഇക്വേഷൻ ഡെറിവേഷൻ ഒന്നും ചോദിക്കത്തില്ല, പക്ഷേ ഈ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം ഈ ടോട്ടൽ കോസ്റ്റും സെയിൽസ് റവന്യൂവും ഈക്വലായിട്ട് വരുന്ന പോയിൻ്റ് ചെയ്തത്, അതാണ് ഈക്വലായിട്ട് വരുന്ന ഈ യൂണിറ്റ്സ് എത്രയാണെന്ന് നോക്കുക. എത്ര പ്രോഡക്റ്റ്സ് വിൽക്കുമ്പോഴാണ് ആ ഒരു ടോട്ടൽ കോസ്റ്റിന് ഈക്വലായിട്ട് വരുന്നത്. ആ Q എത്രയാണെന്നാണ്, ആ യൂണിറ്റ്സിൻ്റെ എണ്ണമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ പോയിൻ്റാണ്, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റിയാണ് ആ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ്റെ ഫോമുലയാണ് Q = F/S - V എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. നമുക്ക് ഈ CVP അനാലിസിസിനെല്ലാം ബേസായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ തന്നെയാണ് ഈ F/S - V എന്ന് പറയുന്ന സംഭവം. ഇനി നമ്മളിവിടെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ്, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ വോളിയം, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ്, എത്ര പ്രോഡക്ട്സ് വിൽക്കണം കമ്പനിയിൽ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന കണ്ടീഷനിലെത്താം. അതായത് മുടക്കിയ കാശ് തിരിച്ച് കിട്ടുന്ന, റിക്കവർ ചെയ്യുന്ന ആ ഒരു കണ്ടീഷനിലോട്ട് എത്താൻ എത്ര പ്രോഡക്ട്സ് വിൽക്കണം എന്നുള്ള ആ ഒരു ടേമാണ് ഇവിടെ Q എന്ന് പറഞ്ഞുകൊണ്ട് യൂണിറ്റ്സ് ആയിട്ട് കിട്ടിയത്. അതേസമയം നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഈവൻ സെയിൽസ് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് എത്ര രൂപയുടെ സെയിൽസ് പിടിക്കുകയാണെങ്കിൽ, എത്ര രൂപയുടെ സെയിൽസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഈ മുടക്കിയ കാശ് തിരിച്ച് കിട്ടും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഈ കിട്ടിയ ഇവിടെ ഇപ്പം 1000 യൂണിറ്റ്സ് എന്നാണല്ലോ കിട്ടിയത്, അതിൻ്റെ കൂടെ S എന്ന വാല്യൂ, അതായത് സെല്ലിംഗ് പ്രൈസുമായിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 1000 സെല്ലിംഗ് പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ടോട്ടൽ സെയിൽസ് റവന്യൂ എത്രയാണെന്ന് കിട്ടും. അതായത് ടോട്ടൽ എത്ര രൂപയുടെ സെയിൽസ് പിടിക്കുകയാണെങ്കിൽ, എത്ര രൂപയുടെ സെയിൽസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് തിരിച്ച് കിട്ടും എന്നുള്ള കാൽക്കുലേഷൻ, അതാണ് ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് F/S - V നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ F/S - V S കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു യൂണിറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് എടുത്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കപ്പോഴേക്കും ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടും. അതായത് എത്ര രൂപയുടെ സെയിൽസ് പിടിക്കുമ്പോഴാണ് ബ്രേക്ക് ഈവൻ എത്തുന്നത്. അതായത് നോ ലോസ് നോ പ്രോഫിറ്റ്, എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തോ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ച് കിട്ടുന്ന ആ ഒരു ലെവലിലെത്തുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് F/S - V അതിൻ്റെ അത് S കൊണ്ടുള്ള പ്രോഡക്റ്റ് എടുത്താൽ മാത്രം മതി. നമ്മളിവിടെ കേസ് തന്നെ എടുക്കുക. നമ്മളിവിടെ F/S - V എന്ന് പറയുന്ന സംഭവം, അതായത് ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത് 1000 ആയിരുന്നു, അതിന് S കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 110 റുപ്പീസ്, 110 റുപ്പീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇതെത്രയാണ് യൂണിറ്റ് 1,10,000 റുപ്പീസ്, അതാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 1,10,000 രൂപയുടെ സെയിൽസ് പിടിക്കുമ്പോഴാണ് ബ്രേക്ക് ഈവൻ എത്തുന്നത്. അതായത് 1,10,000 രൂപയുടെ സെയിൽസ് എന്ന് പറഞ്ഞാൽ 1000 യൂണിറ്റ്സ് വിൽക്കുമ്പോഴാണ് ഇത്രയും എമൗണ്ടിൻ്റെ സെയിൽസ് കിട്ടുന്നത്. 1000 യൂണിറ്റ്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ആ 1000 യൂണിറ്റ്സ് വിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 1,10,000 രൂപയുടെ സെയിൽസ് ഉണ്ടാക്കി. ഇതിപ്പോൾ 1000 യൂണിറ്റ്സ് ആണ്, ഇത് 1,10,000 രൂപയാണ്. അപ്പോൾ 1000 യൂണിറ്റ്സ്, അതായത് 1,10,000 രൂപയുടെ സെയിൽസ് പിടിക്കുമ്പോഴാണ് അത് ബ്രേക്ക് ഈവൻ എത്തുന്നത്.
അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഈ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈ ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടെത്താനായിട്ട് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സിമ്പിളായിട്ട് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ടോട്ടൽ സെയിൽസ് കിട്ടും. എത്ര സെയിൽസ് പിടിക്കുകയാണെങ്കിൽ ബ്രേക്ക് ഈവൻ എത്തും എന്നുള്ള സംഭവം എത്തും. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് മൈനസ് ചെയ്താൽ 10,000 റുപ്പീസ് എന്ന സംഭവം കിട്ടും. ഇത് 1,10,000 റുപ്പീസാണ്. അതായത് 1000 യൂണിറ്റ്സ് വിൽക്കുമ്പോഴുള്ള ടോട്ടൽ സെയിൽസ്. ഈ 1000 യൂണിറ്റ്സ് അത് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ചിലവ് എത്രയാണെന്ന് പറഞ്ഞാൽ ഈ 1000നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ അതായത് 100 റുപ്പീസ്. ആ 100 റുപ്പീസിന് ഈ 1000 യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് 1,00,000 റുപ്പീസ് എന്ന് കിട്ടും. അതായത് ഈ പ്രോഡക്ട്സ് 1000 എണ്ണം മാനുഫാക്ചർ ചെയ്യാനായിട്ട് 1,00,000 റുപ്പീസ് ചിലവ് വന്നു. ആ 1,00,000 റുപ്പീസ് ചിലവ് വന്ന പ്രോഡക്ട്സിനെ 110 രൂപ വെച്ച് വിറ്റപ്പോഴാണ് നമുക്ക് 1,10,000 രൂപ നമുക്ക് ഇത് റവന്യൂ ആയിട്ട് വന്നത്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് എടുക്കുമ്പോഴേക്കും 10,000 റുപ്പീസ് ആയിട്ട് കിട്ടും. ഈ 10,000 റുപ്പീസാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലാഭം എന്നൊക്കെ പറയുന്നത്. ഈ ലാഭമാണ് ഈ മെഷീൻ്റെ കോസ്റ്റ് റിക്കവർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഈ 1000-നെക്കാളും കൂടുതൽ പ്രോഡക്റ്റ്സ് വിറ്റാൽ മാത്രമേ നമുക്കിതും കഴിഞ്ഞിട്ടുള്ള ആക്ച്വലായിട്ടുള്ള പ്രോഡക്റ്റ് കമ്പനിക്ക് കിട്ടത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്, ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഇനി ഒരു സംഭവം കൂടെ പറയാനുണ്ട്, ഈ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ്. ഈ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു കേസ് തന്നെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് ആയിട്ട് 1000 യൂണിറ്റ്സ് ആണ് കിട്ടിയത്. അതായത് ആ കമ്പനി 1000 യൂണിറ്റ്സ് വിൽക്കുമ്പോഴേക്കും മുടക്കിയ കാശ് തിരിച്ചു കിട്ടുന്നു, ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് തിരിച്ചു കിട്ടുന്നു എന്ന് നമുക്ക് പറയാം. ആ കമ്പനി തന്നെ ഒരു വർഷം 1500 പ്രോഡക്ട്സ് വിൽക്കാനായിട്ട് പ്ലാൻ ഇട്ടു എന്ന് കരുതുക. ജസ്റ്റ് പ്ലാൻ ഇട്ടതേ ഉള്ളൂ. 1500 പ്രോഡക്ട്സ് വിൽക്കാനായിട്ട് പ്ലാൻ ഇട്ടു എന്ന് കരുതുക. ഇവിടെ 1000 യൂണിറ്റ്സ് വിൽക്കുമ്പോഴേ ബ്രേക്ക് ഈവൻ ആവും, അതായത് മുടക്കിയ കാശ് തിരിച്ചു കിട്ടും എന്നുള്ള കാൽക്കുലേഷനൊക്കെ അവിടെ നിൽക്കട്ടെ. ആ കമ്പനി ഒരു വർഷം 1500 പ്രോഡക്ട്സ് വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്തു. പക്ഷേ 1500 പ്രോഡക്ട്സ് വിൽക്കാൻ സാധിച്ചില്ല. അവർക്കൊരു 1200 പ്രോഡക്ട്സ് വിൽക്കാൻ സാധിച്ചുള്ളൂ. 1500 പ്ലാൻ ചെയ്തുവെങ്കിലും 1200 പ്രോഡക്ട്സ് വിൽക്കാൻ സാധിച്ചുള്ളൂ. ഈ 1200 പ്രോഡക്ട്സ് വിറ്റപ്പോഴും അതായത് 300 പ്രോഡക്ട്സിൻ്റെ കുറവ്, 300 യൂണിറ്റ്സിൻ്റെ കുറവ്. 1500 പ്ലാൻ ചെയ്തത്, പക്ഷേ 1200 വിൽക്കാൻ സാധിച്ചുള്ളൂ. 300 യൂണിറ്റ്സിൻ്റെ കുറവാണ് അവിടെ ഉണ്ടായിരുന്നത്. പ്ലാൻ ചെയ്തതിനേക്കാളും 300 യൂണിറ്റ്സ് കുറച്ച് വിൽക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ കമ്പനി നഷ്ടത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. കാരണം കമ്പനി ആവണമെങ്കിൽ 1000-ലും കുറഞ്ഞ യൂണിറ്റ്സ് വിൽക്കുമ്പോഴാണ് കമ്പനി നഷ്ടത്തിലെന്ന് പറയുന്നത്. 1000 യൂണിറ്റ്സ് വിറ്റ് കഴിഞ്ഞാൽ കമ്പനി മുടക്കിയ കാശ് തിരിച്ചു കിട്ടുന്നു എന്ന ലെവലിലെത്തുന്നു. 1000-ൽ കൂടുതൽ യൂണിറ്റ്സ് എത്ര വിറ്റാലും അതിനനുസരിച്ച് കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതായത് 1500 നമ്മൾ വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്തു എങ്കിലും 1200 വിൽക്കാൻ സാധിച്ചുള്ളൂ. അപ്പോഴും കമ്പനി ലാഭത്തിൽ തന്നെയാണ്. 200 യൂണിറ്റ്സ് കൂടുതൽ വിൽക്കാനായിട്ട് സാധിച്ചു. 1000-നേക്കാളും ബ്രേക്ക് ഈവൻ ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അതിനേക്കാളും 200 യൂണിറ്റ്സ് കൂടുതൽ വിറ്റു. അപ്പോൾ 1500 പ്ലാൻ ചെയ്തുവെങ്കിലും 1200 വിൽക്കാൻ സാധിച്ചുള്ളൂ. 300 യൂണിറ്റ്സ് വിൽക്കാൻ സാധിച്ചില്ല, 1200 വിൽക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെ പറയുമ്പോഴും കമ്പനി ലാഭത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. 200 യൂണിറ്റ്സ് ബ്രേക്ക് ഈവനേക്കാളും കൂടുതൽ വിറ്റു, അതുകൊണ്ട് കമ്പനി ലാഭത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിനാണ് ഈ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അതായത് 1500 പ്ലാൻ ചെയ്തു, പക്ഷേ 1200 വിൽക്കാൻ സാധിച്ചുള്ളൂ. അപ്പോഴും കമ്പനി ലാഭത്തിൽ തന്നെയാണ്. കാരണം 1000-നേക്കാളും 200 യൂണിറ്റ്സ് കൂടുതൽ വിറ്റു. അപ്പോൾ ഈ 200 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് ഈ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. 1000-നേക്കാളും എത്ര യൂണിറ്റ്സ് കൂടുതലുണ്ടോ അതെല്ലാം മാർജിൻ ഓഫ് സേഫ്റ്റിയാണ്. അതായത് ഇവിടെ ഈ കൊടുത്തിട്ടുള്ള എക്സസ് ഓഫ് സെയിൽസ് ഇൻ യൂണിറ്റ്സ് മൈനസ് ബ്രേക്ക് ഈവൻ പോയിന്റ്. എക്സസ് ഓഫ് സെയിൽസ് ഇൻ യൂണിറ്റ്സ് നമുക്കിവിടെ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ 1200 പ്രോഡക്ട്സ് വിറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ 1200 മൈനസ് ബ്രേക്ക് ഈവൻ പോയിന്റ് 1000 ആയിരുന്നു. അപ്പം 1200 മൈനസ് 1000 എന്ന് പറയുമ്പോൾ 200 യൂണിറ്റ്സ്. ആ 200 യൂണിറ്റ്സ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന സംഭവം. അതായത് 200 യൂണിറ്റ്സ് കൂടുതൽ വിറ്റപ്പോഴേക്കും അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് കിട്ടും. 1500 പ്ലാൻ ചെയ്തുവെങ്കിലും 1200 വിൽക്കാൻ സാധിച്ചുള്ളൂ എന്നും പറഞ്ഞ് കമ്പനി നഷ്ടത്തിലാണ് എന്നർത്ഥമില്ല. കാരണം 200 യൂണിറ്റ്സ് കമ്പനി കൂടുതൽ വിറ്റിട്ടുണ്ട്. 1000-നേക്കാളും 200 യൂണിറ്റ്സ് കൂടുതൽ വിറ്റതുകൊണ്ട് അതിനുള്ള പ്രോഫിറ്റ് കമ്പനിക്ക് കിട്ടും. അതാണ് ഈ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇത് യൂണിറ്റ്സിലും പറയാം, അതേപോലെ തന്നെ സെയിൽസിലും പറയാം. അപ്പോൾ ആക്ച്വൽ സെയിൽസ്, അതായത് ഇപ്പം നമ്മളിവിടെ 1,10,000 റുപ്പീസിൻ്റെ സെയിൽസാണ്, റവന്യൂ ആണ് 1000 യൂണിറ്റ്സ് വിറ്റപ്പോഴേക്കും നമുക്ക് കിട്ടിയത്. നമ്മളിപ്പം 2 ലക്ഷം രൂപയുടെ സെയിൽസ് ഉണ്ടാക്കും എന്ന് നമ്മൾ കരുതുന്നു. 2 ലക്ഷം രൂപയുടെ സെയിൽസ് പിടിക്കുമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ 2 ലക്ഷം രൂപയുടെ സെയിൽസ് പിടിക്കാൻ സാധിച്ചില്ല. 1.5 ലക്ഷത്തിൻ്റെ സെയിൽസ് മാത്രമേ പിടിക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെ 1.5 ലക്ഷത്തിൻ്റെ സെയിൽസേ പിടിക്കാൻ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞ് കമ്പനി നഷ്ടത്തിലാണ് എന്ന് പറയാനൊക്കത്തില്ല. കാരണം 1,10,000 ബ്രേക്ക് ഈവൻ പോയത്. ആ 1,10,000-നേക്കാളും എത്ര രൂപ കൂടുതൽ സെയിൽസ് ഉണ്ടെങ്കിലും കമ്പനി ലാഭത്തിലാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു കേസ് ഇവിടെ വരുമ്പോൾ ആക്ച്വൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷമാണ്. 1.5 ലക്ഷം 1.5 ലാക്സ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ഇവിടെ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറഞ്ഞാൽ 1.1 ലാക്സ് ആയിരുന്നു. അപ്പോൾ 1.5 ലാക്സ് മൈനസ് 1.1 ലാക്സ്. അപ്പം അതിൻ്റെ ഇതെന്ന് പറയുന്നത്
40,000 എന്ന് പറയും, 40,000 റുപ്പീസ് എന്ന് പറയും. അതാണ് ഈ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് ഫിഗേഴ്സ് എത്ര റവന്യൂ എത്രയാണോ അതിൻ്റെ സെയിൽസ് ഫിഗേഴ്സിൽ നമുക്ക് എത്ര രൂപ മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസിനെക്കാളും കൂടുതൽ എത്ര പ്രോഡക്ട്സിൻ്റെ സെയിൽസ് നടത്തി, അതാണ് ഈ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ ദ നമ്പർ ഓഫ് സെയിൽസ് യൂണിറ്റ്സ് ബൈ വിച്ച് ആക്ച്വൽ സെയിൽസ് ക്യാൻ ഫാൾ ബിലോ പ്ലാൻഡ് സെയിൽസ് വിത്തൗട്ട് റിസൾട്ടിങ് ഇൻ ലോസ്. നഷ്ടമുണ്ടാവാതെ എത്രത്തോളം ഇതുണ്ട് സെയിൽസിൽ കുറവ് സംഭവിക്കാം, അതിനെയാണ് ഈ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് ബേസ് ആയിട്ട് പഠിക്കുക. ഈ ബ്രേക്ക് ഈവൻ സെയിൽസിൻ്റെ ഇക്വേഷൻ പറഞ്ഞത് ഇതാണ്. ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ വോളിയം അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഇതാണ് F/S-V. എഫ് എന്താണെന്ന്, എസ് എന്താണെന്ന്, വി എന്താണെന്നൊന്നും മാറിപ്പോകരുത്. ഈ ഒരു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ, ഈ ഒരു ഫോമുല തീർച്ചയായും നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനി ബ്രേക്ക് ഈവൻ എത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മുടക്കിയ കാശ് തിരിച്ചു കിട്ടി എന്നാണ് അർത്ഥം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മുടക്കിയ കാശ് തിരിച്ചു കിട്ടി എന്നാണ് ഒരു കമ്പനി ബ്രേക്ക് ഈവൻ ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുകയാണ്, ഒരു കമ്പനി തുടങ്ങുകയാണ്, എത്ര വർഷം കൊണ്ട് ബ്രേക്ക് ഈവൻ ആവും എന്നാണ് വിവരമുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നത്. എത്ര വർഷം കൊണ്ട് ബ്രേക്ക് ഈവൻ ആവും എന്നൊക്കെയായിരിക്കും ചോദിക്കുന്നത്. ഒരു പക്ഷേ 4 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ ബ്രേക്ക് ഈവൻ ആവും എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. വലിയ വലിയ പണക്കാരൊക്കെ ആണെങ്കിൽ 10 വർഷം 15 വർഷം കൊണ്ട് ബ്രേക്ക് ഈവൻ ആവും എന്നൊക്കെയായിരിക്കും പറയുന്നത്. അതെല്ലാം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഈവൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നതെല്ലാം ലാഭമാണ്. കാരണം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കിട്ടിക്കഴിഞ്ഞു, പിന്നെ എത്ര എമൗണ്ട് കിട്ടിയാലും അത് കമ്പനിക്ക് ലാഭം തന്നെയാണ്. അപ്പം കമ്പനീസ് നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എത്രയും വേഗം ബ്രേക്ക് ഈവൻ എത്താനായിട്ട് ശ്രമിക്കും. എത്രയും വേഗം ബ്രേക്ക് ഈവൻ എത്തുന്നു അതിനുശേഷം പിന്നെ കമ്പനി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫുള്ളും ലാഭം തന്നെയായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിനെയാണ് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ CVP അനാലിസിസ് എന്ന് പറയുന്ന സംഭവമായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.